ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാം ദിവസം ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയ ഒരു 7 പണിയാണ് പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന ടാസ്ക്. ഇതനുസരിച്ച് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന 4 മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരെ പുറത്താക്കാൻ നിയോഗിക്കണം. അങ്ങനെ പുറത്താക്കപ്പെടുന്നവർ രാത്രി സമയത്ത്, അതായത് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയം മുതൽ പിറ്റേന്ന് രാവിലെ സോങ് കേട്ട് ഗാർഡൻ ഏരിയയിൽ തന്നെ കഴിച്ചുകൂട്ടണം. അവർ യാതൊരു കാരണവശാലും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. മാത്രമല്ല, അവർക്ക് ഒരു കട്ടിൽ നൽകിയിട്ടുണ്ടാകും. ഈ കട്ടിലിൽ വേണം ഇവർ വിശ്രമിക്കാൻ. ഈ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റു മത്സരാർത്ഥികൾക്ക് ഈ കട്ടിൽ ചുമന്ന് മറ്റൊരു മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനിൽ കൊണ്ടുചെന്നിട്ടാൽ ഇവരെ വീട്ടിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. കട്ടിലിൽ ഒഴികെ മറ്റ് ഗാർഡൻ ഏരിയയിൽ ഒരിടത്തും ഇവർക്ക് ഇരുന്ന് ഉറങ്ങാൻ കഴിയില്ല. ഇതിൻ്റെ കൂടെ രാത്രി കുറേ വൈകിക്കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഏതെങ്കിലും ഒരാളെങ്കിലും കട്ടിലിന് മുകളിൽ ഉണ്ടാകണമെന്നാണ് ആ പുതിയ അറിയിപ്പ്. ഈ ഗെയിം അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ പുകഞ്ഞ കൊള്ളികളായി കണ്ടെത്തിയത് 4 മത്സരാർത്ഥികളെയാണ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ 10 വോട്ടുകൾ ഷാനവാസിനും, 9 വോട്ടുകളോടുകൂടി ശൈത്യയും, 8 വോട്ടോടുകൂടി ജിസേലും, പിന്നീട് 7 വോട്ടുകൾ വീതം നേടി റെനയും ബിൻസിയും വന്നിരുന്നു. ഇവരിൽ നിന്ന് വീണ്ടും മത്സരാർത്ഥികൾ വോട്ട് ചെയ്ത് ബിൻസിയെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ 4 പേരാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന ടാസ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പരസ്പരമോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കോ പുറത്താക്കാൻ അവസരമുണ്ട്. ഇതിനുള്ള അവസരം പാർത്തിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവർ. അതേസമയം ഈ 4 മത്സരാർത്ഥികളും പരസ്പര സഹകരണ മനോഭാവത്തോടുകൂടി ഒരാൾ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ കാവലിരിക്കും എന്ന രീതിയിലാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കട്ടിലിൽ ഉപയോഗിക്കണമെന്നും പുറത്തിരിക്കാൻ പാടില്ല എന്ന വിഷയത്തിലൊക്കെ രാത്രിയിലും ഇവർക്കിടയിൽ ബഹളങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ 2 രീതിയിലാണ് മത്സരാർത്ഥികളുള്ളത്. പുറത്തുള്ളവർ ഒരുമിച്ച് എന്തിനേയും നേരിടാൻ തയ്യാറായിരിക്കുന്നു. അകത്തുള്ളവർ 1-2 കൂട്ടമായി തിരിഞ്ഞ് ഏതു വിധേനയും ഇവരിൽ ഒരാളെ പുറത്താക്കാൻ ഉള്ള മാർഗം അന്വേഷിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഈ ഗെയിമുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇത് വെള്ളിയാഴ്ച രാത്രി വരെ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 4 ദിവസങ്ങളോളം ഈ രീതിയിൽ മത്സരാർത്ഥികൾ കഴിഞ്ഞുകൂടണമെന്നതാണ് ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യം. പക്ഷേ ഇതൊക്കെ ചൊവ്വാഴ്ചത്തെ കഥയാണ് കേട്ടോ. ബുധനാഴ്ച രാവിലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ ഈ വിഷയത്തിൽ പല ചർച്ചകൾ നടന്നു. മത്സരാർത്ഥികൾക്കിടയിലും പുകഞ്ഞ കൊള്ളി ടാസ്കിൽ പങ്കെടുക്കുന്ന 4 പേർക്കിടയിലുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. അതോടുകൂടി ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവരും ഒരു ചാൻസ് വെറുതെ കളയണ്ട എന്ന് ചിന്തിക്കുന്നവരുമൊക്കെയുണ്ട്. ഇതിൻ്റെ എല്ലാം റിസൾട്ട് ബുധനാഴ്ച രാത്രി ഈ 4 മത്സരാർത്ഥികൾ കട്ടിലിനടുത്തേക്ക് എത്തുമ്പോൾ ഇവർ ഒരേ മനസ്സോടെയല്ല എത്തുന്നത് എന്ന് തന്നെയാണ്. ഇവർക്കിടയിൽ പരസ്പരം ഉള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പ്രമോ കാണിച്ചു തരുന്നതനുസരിച്ച് ഒരാളെ കട്ടിലിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്തോറും ഇവരുടെ സഹകരണം നഷ്ടപ്പെടുന്നുവെന്നും ഈ ഗെയിമിൽ ഇവർ സ്വയം പരാജയം ഏറ്റുവാങ്ങുന്നു എന്നും വേണം ചിന്തിക്കാൻ.